എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ മൂമെന്റ് ആയിട്ട് ഒരുപാട് ഇൻസിഡൻസ് വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും ഞങ്ങൾ രണ്ടുപേരും അമൃതയിൽ ഇൻഡമസി കെമിസ്ട്രിയാണ് പഠിച്ചത്. അപ്പം ഒരു ഗേൾ ഡോമിനേറ്റഡ് ക്ലാസ് ആയിരുന്നു. 54 പെൺപിള്ളേരും 6 ആൺകുട്ടികളും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പം ഒരുപാട് പേരെ പറ്റിയും ഒരുപാട് രീതിയിലുള്ള അപവാദങ്ങൾ, കിംവദന്തികളൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ഗ്രൂപ്പിസത്തിൽ പെട്ട് ഞങ്ങളുടെ ആ ഫുൾ സർക്കിൾ തന്നെ ഡിസോൾവ് ആയി പോയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയാനായിട്ട് ദേവും കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. വി വെർ വെരി ഗുഡ് ഫ്രണ്ട്സ്. ബട്ട് ദെൻ ഐ സ്റ്റാർട്ട് നോട്ടീസിങ് ദാറ്റ് പുള്ളിക്കാരി എന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മോശം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ ദേവു എന്നോട് ഭയങ്കരമായിട്ട് എമ്പത്തറ്റിക് ആവാറുണ്ടായിരുന്നു. ദേവു ഒരു വട്ടം ഞാൻ ഓർക്കുന്നത് പറഞ്ഞാൽ ക്യാൻറ്റീനിൽ ഇരുന്ന് ഞാൻ തന്നെ ഒരു കാര്യം കേട്ട് വിഷമിക്കുന്ന കണ്ടിട്ട് ദേവും കരഞ്ഞു. ആ ഒരു രീതിയിലുള്ള എമ്പതി എനിക്ക് വേറെ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല, എസ്പെഷ്യലി എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ആരുടെയിൽ നിന്ന്. ആ സമയത്താണ് ഞാൻ ഫാമിലിക്ക് വെളിയിലായിട്ട് എനിക്ക് സ്പെഷ്യലായിട്ട് ഒരാളുണ്ടെങ്കിൽ, അല്ലെ എന്നെ സ്പെഷ്യലായിട്ട് കാണുന്ന ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നിയത് ആ ഒരു മൊമെൻറ്റിലാണ്. ആ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നി തുടങ്ങി, ഷീ ഈസ് നോട്ട് ട്രീറ്റിംഗ് മീ ലൈക്ക് എ ഫ്രണ്ട്. ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറം പുള്ളിക്കാരി കടന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നി തുടങ്ങി. അന്നോട്ടാണ് എനിക്ക് ദേവു സ്പെഷ്യലായതും എനിക്ക് ഉള്ളിൽ തോന്നി തുടങ്ങിയതും ദേവുവിന് ഞാൻ സ്പെഷ്യലാണെന്നുണ്ട്. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ ആയിരുന്നു. നമ്മൾ എന്തും ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. പയ്യെ ഇങ്ങനെ പറഞ്ഞു പ്രപ്പോസ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വീട്ടുകാർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളത്. എസ് പറയുമായിരിക്കുന്നില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ് പറഞ്ഞത്. പുള്ളിക്കാരിയുടെ ലൈൻ എനിക്കറിയായിരുന്നു, വീട്ടിൽ അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞ സെറ്റപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ നമ്മൾ രണ്ടുപേരും സെറ്റിൽ ആവുകയാണെങ്കിൽ വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നിനക്ക് എതിർപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു എതിർപ്പുമില്ല എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു അന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിന്നൊക്കെ. ചുമ്മാ അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കം. അതൊരു 7-7.5 കൊല്ലത്തിൽ എത്തിയിരിക്കുന്നു. അതിനിടയിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വി ബീൻ ത്രൂ തിക്ക് ആൻഡ് തിൻ. സോ അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്.